സുപരിചിതമായ ഒരു തിരുവചനമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ബൈ ഹാർട്ടാണ് ദൈവമക്കൾക്ക്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഫൈനലി ബി സ്ട്രോങ്. ആ വാക്കൂടെ ശ്രദ്ധിച്ചോണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ തലമുറയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഭാഗ്യമേറിയവരാ. എന്താന്ന് ചോദിച്ചെന്നാൽ, ഭൗമികമല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തോലിക കാലം മുതൽ ക്രൈസ്തവ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ രൂപമെടുത്ത 2000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ, അപ്പോസ്തോലിക കാലം മുതൽ ദൈവമക്കൾ, ദൈവദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സഹിച്ച് വിശ്വാസം കൈമുതലാക്കി വിശുദ്ധി കൈവിടാതെ ആരാധിച്ച് ജീവിച്ചപ്പോൾ അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു, കർത്താവിനെ മേഘത്തിൽ കാണാം. പൗലോസ്ലീഹ പോലും ആദ്യകാലങ്ങളിൽ ചിന്തിച്ചിരുന്നത് തൻ്റെ കാലത്ത് കർത്താവ് വരുമെന്ന. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കൊരിന്ത്യ സഭയിൽ പറയുന്ന AD 60-കളിൽ അദ്ദേഹം പറഞ്ഞു, നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല, കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടും. എന്നാൽ ഒടുവിൽ നീറോയുടെ ജയിലിൽ കിടക്കുമ്പോൾ തനിക്ക് മനസ്സിലായി തൻ്റെ കാലത്ത് കർത്താവ് വരത്തില്ലെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അന്ന് മുതൽ ഇന്ന് വരെ അനേക വിശുദ്ധന്മാർ ഈ പ്രത്യാശയോടെ ജീവിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയി. ഇല്ലേ? ഇന്നലെ ഒരു മാന്യ സഹോദരിയെ ദൈവമക്കളുടെ യാത്ര അയച്ചതായിട്ട് എനിക്കറിയാം. എന്നാൽ നമ്മുടെ പ്രത്യേകത, സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും പ്രത്യേകത, വി ആർ ലിവിങ് ദ പീരിയഡ് ഓഫ് റാപ്ചർ. കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാണ് ഞാനും നിങ്ങളും. നമ്മുടെ തലമുറയിലാണ് കർത്താവിൻ്റെ വരവ്. വാസ്തവത്തിൽ നമ്മൾ നിൽക്കുന്നത് പ്രീ റാപ്ചർ പീരിയഡിലാണ്. റാപ്ചറിന് മുമ്പുള്ള ദിവസങ്ങളിൽ, വർഷങ്ങളിൽ നാം കഴിയുന്നു. നമ്മുടെ തലമുറ, സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വയസ്സ് 1 വർഷം കുറച്ചാ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, എനിക്ക് 88. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി? സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം. എങ്കിലും നമ്മുടെ തലമുറയിൽ നമ്മുടെ പ്രിയൻ വരും. നോക്കിക്കേ, അപ്പോസ്തലന്മാർ മുതൽ കാത്തിരുന്ന അവർ തേജസ്സിലേക്ക് കടന്നുപോയെങ്കിൽ ഞാനും നിങ്ങളും പ്രിയനെ എതിരേറ്റ് തേജസ്സിന്റെ ശരീരം പ്രാപിക്കുവാനുള്ള ദ്രവത്വമുള്ള ശരീരവുമായി ഒരു പ്രവാസം നടത്തുന്നു. അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. ഒറ്റ കാര്യം മാത്രം പറയാം, ദൈവമക്കളുടെ അറിയാമെങ്കിൽ പറയുക. ഈ ലോകത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ, ശാസ്ത്രീയ ഡെവലപ്മെന്റ്, സോഷ്യൽ സംവിധാനങ്ങൾ എല്ലാം വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാവോ? പോസ്റ്റ് റാപ്ചർ പീരിയഡ്. കർത്താവിൻ്റെ വരവിൽ സഭയെടുക്കപ്പെട്ട ശേഷമുള്ള ഒരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഡബിളിക് യൂണിവേഴ്സിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. അതിന് ഒറ്റ കാര്യം പറഞ്ഞിട്ട് വേണം വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ. ഇന്ന് നടക്കുന്ന യുദ്ധശ്രുതികൾ എന്താണ്? 5 വർഷമായി നടക്കുന്ന ഉക്രൈൻ സോവിയറ്റ് റഷ്യ യുദ്ധം, പുകപടല ഉയരുന്ന ഗൾഫ്, എന്താ കാര്യം? ആന്റി ക്രൈസ്റ്റിന്റെ കാലത്തിന് വേണ്ടി ഒരുങ്ങുന്ന എന്താണ് ഉക്രൈൻ യുദ്ധം? നമ്മുടെ വിഷയം അതല്ലെങ്കിലും കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന വിഷയം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയാൻ. 5 വർഷമായി നടക്കുന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചാൽ ഈ വലിയ രാജ്യത്തിന് സാധിക്കാഞ്ഞിട്ട് 10,000 നോർത്ത് കൊറിയൻ അമേരിക്ക പട്ടാളക്കാരെയാണ് ചാടിച്ചിരിക്കുന്നത്. ഒറ്റ മർമ്മമാണ്. 2014 സോവിയറ്റ് റഷ്യ ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, 2024 ശേഷം ഞങ്ങൾ ബ്ലാക്ക് സീ പിടിച്ചെടുക്കും. ബ്ലാക്ക് സീക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത്. ബ്ലാക്ക് സീ എന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യയുടെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ഉക്രൈൻ്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ആ കടലിന്റെ പേരാണ് ബ്ലാക്ക് സീ, കരിങ്കടൽ. അതിന്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ നാറ്റോയുടെ കയ്യിലാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രിനിറ്റി ഓർഗനൈസേഷൻ
അമേരിക്ക മുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിലാണ്. സോവിയറ്റ് റഷ്യക്ക് അവരെ ഭയമാകയാൽ ആധിപത്യം പുലർത്തുവാൻ എന്തു വേണം? കരിങ്കടൽ വേണം. പക്ഷെങ്കിൽ 2600-700 വർഷങ്ങൾക്ക് മുൻപേ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം സഭയെടുക്കപ്പെട്ട ശേഷം എതിർ ക്രിസ്തുവാകുന്ന സാത്താൻ ഈ ലോകത്തിൽ ഭരിക്കുമ്പോൾ, ഇസ്രയേലുമായി ക്രാഷ് ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കെല്ലാം സുപരിചിതമാ യെഹെസ്കേൽ പുസ്തകം 38-ാം അധ്യായം. സോവിയറ്റ് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഏത് വിധത്തിൽ ആക്രമിക്കുമെന്ന് അന്ന് എഴുതിയത് ഇന്ന് തെളിഞ്ഞു. എപ്പോൾ ആക്രമിക്കുമെന്നുണ്ട്? ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 8-ാം വാക്യം മുതൽ ഒന്ന് വേഗം വായിച്ചേ. യെഹെസ്കേൽ 38-ന്റെ 8 മുതൽ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ആ യുദ്ധം എപ്പോഴോ അത് കേട്ടുകൊള്ളണം, ടൈം കേട്ടോണം. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതിയിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം. നോക്കിക്കേ, അപ്പോൾ ഈ യുദ്ധം എപ്പോൾ നടക്കും? ആഫ്റ്റർ 1948. അത് നിന്റെ ഒടുക്കമാ. 1948-ലാണ് പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഇസ്രയേലാകുന്ന അത്തി തളിർത്തത്. അപ്പോൾ ഈ യുദ്ധം, പ്രൈസ് ദി ലോർഡ്, 1948 ശേഷം നടക്കും. അടുത്ത വാക്യം വായിച്ചാട്ട് തുടർന്നു. ആ കിടന്നിരുന്ന, അതാണ് 1948 ശേഷം. അന്ന് വരെ നാരക കഷണം മരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ബാരൻ ലാൻഡ്, ഇന്നോ മോസ്റ്റ് ഫെർട്ടൈൽ പ്ലേസ്. അപ്പോൾ 1948 ശേഷം. പിന്നെ അടുത്ത വാക്യം. ഇതാണ് തിരുവചന അഭിഷിക്തരായ ദൈവമക്കൾക്ക് മാത്രമേ ഇതിന് പൊരുൾ പിടി കിട്ടത്തുള്ളൂ. ഒന്ന്, ആഫ്റ്റർ 1948. കണ്ടോ, അവർ വന്ന് എങ്ങനെ താമസിക്കും? നിർഭയരായി. ഇന്നവർ നിർഭയരാണോ? അല്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് മെഡിറ്ററേനിയൻ കടലൊഴിച്ച് എല്ലാ ശത്രുക്കളാണ്. അപ്പോൾ എപ്പോൾ നിർഭയരാകും? ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ഒരു യഹൂദന്റെ ജീനുള്ള ഒരു ദാൻ ഗോത്രക്കാരൻ വേൾഡ് റൂളർ ആകുന്ന ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ നിർഭയം. അപ്പോൾ ഈ യുദ്ധം നടക്കാൻ പോകുന്നത് 1948 ശേഷം എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ അന്ന് ഈ ഓഡിറ്റോറിയത്തിലുള്ള ഒരൊറ്റ വ്യക്തി ഭൂമിയിലില്ല. എങ്ങനെ വരും? അടുത്ത വാക്യം കൂടെ നോക്കിക്കേ. അതാണ് ബ്ലാക്ക് സീ ഈ യുദ്ധത്തിന്റെ കാരണം. വായിക്കാം. മഴക്കോൾ. നോക്കിക്കേ, എത്ര മനോഹരമാ ദൈവമക്കളെ പ്രവചനം. ആരും റോഡിലോട്ട് നോക്കിയിട്ട് മഴ വരുമെന്ന് പറയത്തില്ല. എല്ലാവരും പറയുന്നത് എവിടെ നോക്കിയിട്ടാ? ആകാശത്തിലേക്ക് നോക്കിയല്ലേ മഴക്കോളെന്ന് പറയുന്നത്. അപ്പോൾ നീ മഴക്കോൾ പോലെ വരും. ആരുടെ നേരെ? ഇസ്രായേലിന്റെ നേരെ. എന്താണെന്നറിയാവോ? ആ ഇന്നത്തെ വാക്കിന്റെ അർത്ഥം, അന്ന് മഴക്കോളെന്ന് പ്രവാചകൻ എഴുതി വെച്ചെങ്കിൽ നിന്റെ മിസൈൽ വരും. അതാ മഴക്കോൾ. ബ്ലാക്ക് സീ നിന്നും അതിന്റെ തെക്ക് വശം ടർക്കിയൊക്കെയാണ്, സിറിയ. അതിന്റെ തെക്ക് വശമാണ് ഏത് രാജ്യം? ഇസ്രായേൽ. ബ്ലാക്ക് സീയിൽ നിന്നും 700 മൈൽ അകലെയാണ് ജെറുസലേം. സോവിയറ്റ് റഷ്യയുടെ മിസൈലിന്റെ ശേഷി 800 മൈലാണെങ്കിൽ അവിടുന്ന് മിസൈൽ വിട്ടാൽ 1 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് ജെറുസലേമിൽ അടിക്കുവന്നേ എങ്കിൽ നീ മഴക്കോൾ പോലെ കയറി വരും. അങ്ങനെ മഴക്കോൾ അയക്കാനായിട്ടാണ് 2014 സോവിയറ്റ് റഷ്യ പറഞ്ഞു 2024 ശേഷം ബ്ലാക്ക് സീ ഞങ്ങൾ പിടിച്ചെടുത്ത് ഞങ്ങൾ 80 ആറ്റം കപ്പലുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും എന്ന് പറഞ്ഞെങ്കിൽ ഈ യുദ്ധം ബ്ലാക്ക് സീ പിടിച്ചെടുക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്കും നിങ്ങൾക്കും എടുക്കപ്പെടാറായി. 2, ആരാണ് സഖ്യകക്ഷി? അതുകൂടെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 5-ലും 6-ലും കാണാം ആരാണ് സോവിയറ്റ് റഷ്യയുടെ കയ്യിൽ കൂടെ കൂടുന്നത്. 38-ന്റെ 5-6. മതിയല്ല, ആ വാക്ക് മതി. അടുത്ത എല്ലാം വിട്ടാരെ. പേർഷ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ. പേർഷ്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇറാൻ എന്നാ ബൈബിളിലല്ലേ. അപ്പോൾ പേർഷ്യ
സോവിയറ്റ് റഷ്യയുടെ കൂടെ കൂടണം, ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാറണം. നിങ്ങൾ നോക്കിക്കേ, ഗൾഫിൽ ഇന്ന് ഇറാൻ ഒറ്റപ്പെട്ടില്ലേ? ഇറാൻ ഒറ്റപ്പെട്ടത് കണ്ടോ? മറ്റ് രാജ്യങ്ങൾ, ഗൾഫ് കൺട്രീസ് മുഴുവൻ ഇറാനെതിരായി. ഇറാന് പിടിച്ചു നിൽക്കാൻ മേല. ഇറാന്റെ ഭരണകൂടങ്ങൾ ശിഥിലം, അവിടെ അന്തഛിദ്രം, അവിടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു അത്താണിക്ക് ആരാ ആശ്രയിക്കാത്തത്? അവർക്ക് ആരെ ആശ്രയിക്കാൻ സാധിക്കും? അടുത്തത് അമേരിക്കയുമായിട്ടുള്ള സ്ഥിതി നിങ്ങൾക്കറിയാം, നടക്കത്തില്ല. ചൈനയെ അവർക്കറിയാം, വിശ്വസിച്ചാൽ സംഗതി കുഴപ്പമാണെന്ന് കഴിഞ്ഞ യുദ്ധത്തിൽ മനസ്സിലായി. വിട്ടതെല്ലാം ഷൂ ആയി പോയി. ഇന്ത്യയാണ്. ഇന്ത്യ ഇസ്രായേലുമായിട്ട് ബന്ധമായതിനാൽ ഇസ്രായേലിനെ വിട്ടൊരു കളിക്ക് ഇന്ത്യയില്ല. പിന്നെ ഏക അത്താണി ആരാണ്? സോവിയറ്റ് റഷ്യ. അതാണ് കഴിഞ്ഞ മാസത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി, നിങ്ങൾ ശ്രദ്ധിച്ചോ, സോവിയറ്റ് റഷ്യയിൽ പോയി സംസാരിച്ചു, യുദ്ധവും തീർന്നു. വലിയ മർമ്മങ്ങളാ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, സഭ എടുക്കപ്പെടാറായി. അത് സാത്താന് മനസ്സിലായി. ആയതിനാൽ അവന് പിടികിട്ടി, ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഒന്നും അവന് കിട്ടുകയില്ല. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അവന് മനസ്സിലായി, അവന്റെ കയ്യിൽ ഒരു കാര്യം അറിയാമല്ലോ, ഞാൻ ഓർപ്പിക്കുന്നു, ഒറ്റ ആയുധമില്ല അവന്റെ കയ്യിൽ. ആയുധരഹിതനാണവൻ. അവന്റെ ആയുധം കർത്താവ് എവിടെ വെപ്പിച്ചു? കാൽവറിയിൽ വെപ്പിച്ചു. ഞാൻ ആരെ വിമർശിക്കുകയല്ല, നമ്മൾ പാടും ഒക്കെ ചെയ്യും. സാത്താന്റെ തല തകർത്താൻ അവന്റെ തല തകർത്തിട്ടില്ല. അത് അർമ്മഗദോൻ യുദ്ധത്തിലാ. ഇന്ന് അവന്റെ തല തകർത്തിട്ടില്ല, അവന്റെ ആയുധമില്ലാതെയാക്കി. പിന്നെ അവന്റെ കയ്യിലിരിക്കുന്നത് തന്ത്രങ്ങളാ. ആ തന്ത്രങ്ങൾ അവൻ ശരിക്ക് പ്രയോഗിക്കാൻ പോവുകയാണ്. ക്രൈസ്തവ സഭയുടെ ചരിത്രം മുതൽ ദൈവദാസന്മാർ ശ്രേഷ്ഠമായി ദൈവവചനം പറയുന്ന കർത്താവിന്റെ ദാസന്മാരാ. നിങ്ങൾ നോക്കിക്കേ, ഞാൻ അല്പം പുറകോട്ട് കൊണ്ടിരിക്കുക. അന്ന് മുതൽ അവൻ ക്രൈസ്തവ സഭയ്ക്ക് വേറെ ഒരു മതത്തോട് ഇത്തരം പിണക്കമില്ലല്ലോ. എത്രയോ മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. പ്രധാനപ്പെട്ട 5 മതം, നാളെ വൈകിട്ട് സമയം ലഭിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ ക്രൈസ്തവ മതത്തോട് എന്താ ഈ തകരാറ്, എതിർപ്പ്? അവന്റെ തല തകർക്കാൻ പോകുന്ന അതിന്റെ ക്യാപ്റ്റൻ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആരാ? ഞാനും നിങ്ങൾ കണ്ടോണ്ടേടാ, എന്നെ ഇത്രയും പ്രലോഭിപ്പിച്ചവനല്ലേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വിളിക്കാനുള്ളവരാ ഈ ഇരിക്കുന്നത്. പിന്നെ അവന് വിരോധം വന്നില്ല, അവൻ പിശാചാണോ? അവന്റെ തന്ത്രം ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ, പ്രാരംഭഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്കെതിരായി നിന്നത് വേറെ ആരുമല്ല, യഹൂദ മത നേതൃത്വങ്ങൾ. നമുക്കതറിയാം. മുന്നോട്ട് വന്നു നോക്കിക്കേ, അവന്റെ ആ ഷേപ്പ് മാറ്റുന്ന കേട്ടോണം. യഹൂദ മത നേതൃത്വങ്ങളെ കൊണ്ട് ആദ്യത്തെ അവന്റെ പ്രയോഗം എന്നാണെന്നറിയാവോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത്. വേറൊന്നും പറഞ്ഞില്ല. പത്രോസിനോട് പറഞ്ഞ അതേ ഉള്ളൂ, അവന്റെ നാമത്തിൽ ഉപദേശിക്കരുത്. അന്ന് മുതൽ യഹൂദ മത നേതൃത്വങ്ങളുമായി അവൻ ക്രൈസ്തവ സഭയെ തകർക്കാൻ നോക്കി, പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ സഭ എക്സ്പാൻഡ് ചെയ്തു. വളരെ ചിന്തനീയമായ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ക്രൈസ്തവ സഭ പോയി. യൂറോപ്പിന്റെ ചരിത്രം പഠിച്ചാൽ ക്രൈസ്തവ സഭ ചെല്ലും മുൻപേ യൂറോപ്യൻ കൺട്രീസ് പ്രാകൃത രാജ്യമായിരുന്നു. നമ്മൾ യൂറോപ്പ് എന്ന് കേൾക്കുമ്പം വലിയ സംസ്കാരം പരിഷ്കാരം, അതെല്ലാം ക്രിസ്ത്യാനിറ്റി ചെന്നതിന് ശേഷം മാത്രമാണ്. അറിയാമോ? അതിനു മുമ്പ് അവിടെ ഒന്നുമില്ല, വെറും പ്രാകൃത മതം, എല്ലാവിധ അനാശാസ്യ പ്രവൃത്തികൾ, വിദ്യാഭ്യാസമില്ല. യൂണിവേഴ്സിറ്റി തന്നെ ആരംഭിച്ചത് AD 1088 നോക്കിക്കോണം. ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സമയം ലഭിച്ചാൽ പറയാം. AD 1088 ഇറ്റലിയിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും ആരംഭിച്ചത്. അതിനു മുമ്പ് കുട്ട്, വെട്ട്, കൊല, മനുഷ്യനെ വരെ തിന്നുന്ന പ്രാകൃതന്മാരായിരുന്നു. അങ്ങോട്ടാണ് ക്രിസ്ത്യാനിറ്റി ചെല്ലുന്നത്. ക്രിസ്ത്യാനിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രാകൃത മതം എന്താ? മനോഹരമായ ദേവാലയങ്ങളുടെ പേര് പറഞ്ഞ് ആയിരക്കണക്കിന് വേശ്യമാരെ താമസിപ്പിച്ച് അവരുടെ സാന്നിധ്യ വിശുദ്ധി പറയുന്ന അന്ധത. ക്രിസ്ത്യാനിറ്റി ചെന്നപ്പോൾ അതിൽ കൂടി തകർക്കാൻ ശ്രമിച്ചു.
ക്രിസ്ത്യാനിറ്റിയെ യൂറോപ്പിൽ ചെന്നപ്പോൾ ഈ അനാശാസ്യ അല്ല അസംസ്കൃതമായ അല്ലെങ്കിൽ കിരാതമായ നടപടിയിൽ കൂടി സാത്താൻ അവന്റെ തന്ത്രം പ്രയോഗിച്ചു. ആയുധമില്ലല്ലോ, പിന്നെ തന്ത്രവാ. അവിടെയും ദൈവമക്കൾ ദൈവദാസന്മാർ പിടിച്ചു നിന്നു. കരങ്ങളെ കൊടുത്ത് സൂചിച്ചേ. ഒടുവിൽ റോമൻ കാലം വന്നപ്പോഴത്തെ പീഡ നിങ്ങൾക്കറിയാം. പക്ഷെ അതിന് 5 കാരണമുണ്ട്. റോമൻ പീഡയുടെ 5 കാരണം പ്രധാനമായി പഠിച്ചാൽ കാണാം. 1, കുറ്റം ചെയ്തോ ഇല്ലയോ, എന്തായാലും കുറ്റവാളി എന്ന റോമൻ ഗവർണർ എഴുതി സൈൻ ചെയ്ത് ക്രൂശിക്കാൻ ഏൽപ്പിച്ച നസ്രായനായ ഒരു യഹൂദൻ, ക്രൂശിക്കപ്പെട്ട യേശു എന്ന വ്യക്തി മരിച്ചെങ്കിൽ അവൻ ഉയർത്തുമെന്നും സ്വർഗാരോഹണം ചെയ്തുവെന്നും അവൻ ദൈവമാണെന്നും അവൻ വീണ്ടും വരുമെന്നും ദൈവദാസന്മാർ പ്രഘോഷിച്ചപ്പോൾ അത് റോമൻ ഗവൺമെന്റിനെ ചോടിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യൂറോപ്പിൽ നിലനിന്നിരുന്ന ആ വിഗ്രഹങ്ങളെ നോക്കി പറഞ്ഞു, ഇതിന് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും കാണമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചോടിപ്പിച്ചു. മൂന്നാമത്തെ കാരണം, എഫെസോസിലുള്ളതായ അവരുടെ പ്രാകൃത ദേവാലയങ്ങൾ പോലെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ദേവാലയങ്ങളെ നോക്കി ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ ദൈവദാസന്മാർ പറഞ്ഞു, പ്രപഞ്ചത്തെ, ഗാലക്സിയെ, ഈ പ്രപഞ്ചത്തെ, മിൽക്കി വേ, ആൻഡ്രോമീഡ മുതലായ വിൽപൂൾ, സോവാർ, സദേൺ വിൻവീൽ എന്ന് പറയുന്ന കോടിക്കണക്കിന് പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം കൈപ്പണിയായ നിന്റെ ദേവാലയത്തിനില്ല. ദേഷ്യം വരാതിരിക്കുമോ അവർക്ക്? നാലാമത്തെ കാര്യം, യൂറോപ്പിലെ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രൊവിഷൻ ഉണ്ട്. ഇഷ്ടം പോലെ ഭാര്യമാർ, ജോലിക്ക് ചെല്ലുന്നിടത്തോരെണ്ണം, നാട്ടിൽ പോകുന്നിടത്തോരെണ്ണം, വീട്ടിൽ പോകുന്നിടത്തോരെണ്ണം, ഇഷ്ടം പോലെ പണം അനുസരിച്ച്. മിഡിൽ ഈസ്റ്റ് കൾച്ചറാ, ചെല്ലുന്നിടത്തെല്ലാം ഓരോ നാടൻ ഭാഷയെ പൊണ്ടാട്ടി. അതിനെ നോക്കി ക്രൈസ്തവ സഭ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യമാരോട് ചേരുമെന്നല്ല, ഭാര്യയോട് ചേരും. ഏക ഭർത്താവ് ഏക ഭാര്യ സമ്പ്രദായം വന്നപ്പം അവിടുത്തെ ചെറുപ്പക്കാരെ ചോടിപ്പിച്ചില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. അഞ്ചാമത്തെ കാര്യം, സാർവത്രികമായി ആസ്വദിച്ചിരുന്ന മദ്യപാനം, ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ മദ്യപാനം വ്യക്തമായി തിരുവചനത്തിൽ കൂടി വെളിപ്പെടുത്തി. മദ്യപാനി സ്വർഗരാജ്യം. ഇത് കേട്ടാൽ പിന്നെ അവർക്ക് പീഡ തുടങ്ങാതിരിക്കാൻ ഒക്കുവോ? ആ പീഡ തുടങ്ങിയെങ്കിൽ അതിനെയും ക്രൈസ്തവ സഭ അതിജീവിച്ചു. ഇന്ന് പ്രീ റാപ്ചർ പീരീഡിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കാരണം ഇന്ന് ശക്തിപ്പെട്ടില്ലേ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. സാത്താന്റെ തന്ത്രങ്ങൾ ഏറ്റവും പുതിയ മെറ്റാലിക് പെയിന്റാണ് അടിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ വിധത്തിലുള്ള സാമ്പത്തികം ഇതൊന്നുമല്ല. അവന്റെ പ്രധാനപ്പെട്ട 6-7 തന്ത്രങ്ങൾ ഞാൻ പറയാം. ആരും മനസ്സിലാക്കത്തില്ല അവന്റെ തന്ത്രമാണെന്ന്. അവൻ നമ്മളെ വീഴിക്കുവാൻ, നമ്മുടെ ദർശനം കളയുവാൻ. ഞാൻ ക്രൈസ്തവ സഭയെ, ദൈവമക്കളെ മുൻനിർത്തിയാണ് ഈ പറയുന്നത്, പൊതുലോകത്തോടല്ല. രക്ഷയുടെ ദൂത് കേട്ട, രക്ഷയുടെ അനുഭവമുള്ള, അഭിഷേകമുള്ള ദൈവമക്കളോട് പറയുകയാണ്, ആമീൻ, എന്റെയും നിങ്ങളുടെയും വിരുദ്ധ തെറ്റിക്കുവാൻ അവൻ പരമാവധി ശ്രദ്ധിക്കും. കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിക്കുവാൻ നോക്കിക്കുക. കർത്താവ് അത് പറയണമെങ്കിൽ കർത്താവിനറിയാം ഇവന്റെ തന്ത്രം. 6-7 തന്ത്രം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. സമകാലീനമാ. 1, 1948 ശേഷം, അഥവാ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് കിട്ടിയ അമിത സ്വാതന്ത്ര്യം. ഇത്രയും സ്വാതന്ത്ര്യം 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രത്തിലില്ല. എന്തും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം, എന്തും ചെയ്യാം. ഇതുപോലെ സ്വാതന്ത്ര്യമുള്ളൊരു കാലമുണ്ടോ? സ്വാതന്ത്ര്യത്തിന്റെ അതിപ്രസരം ലോകത്തിൽ ഏതാണ്ട് 99% കൺട്രീസ് നമുക്കറിയാം ഡെമോക്രാറ്റിക് കൺട്രീസാ, ജനാധിപത്യ രാജ്യങ്ങളാ. 98% സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, യാത്രാ സ്വാതന്ത്ര്യം. എവിടെ വന്നു? അനുസരണക്കേടിന്റെ ആത്മാവിനെ തിരികെ കയറ്റാൻ
സഭകളിൽ, കുടുംബങ്ങളിൽ ധാരാളമായി പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ടോ? ശ്രദ്ധിച്ചേ. വീട് മുതലൊന്ന് നോക്കിക്കേ. അനുസരണക്കേടിന്റെ ആത്മാവ്. ഞാൻ സാരസ്യഭാഷ പറയാം. അനുസരണക്കേടിന്റെ ഒരൊറ്റ ഉദാഹരണം. സഹോദരിമാരനോട് പിണങ്ങരുത്. കേരള ഭാഷയിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ബാധകമല്ല. ഇവിടെ ഇപ്പം നിങ്ങൾ ഊഷനില്ല. ഒരു 70 വർഷം മുമ്പ് കേരളത്തിലെ ഒരു ഗൃഹനാഥൻ അവറാച്ചൻ ഭാര്യയെ വിളിച്ചു പറയും, ശോശാമേ വേഗം ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് പോവാം. അയ്യോ, ശോശാമ്മയുടെ വെപ്രാളം കാണും അല്ലേ. ഇന്നത്തെ ഗ്യാസൊന്നുമില്ല, വിറക് കത്തിച്ച് എങ്ങനെയില്ല. അച്ചായൻ പറഞ്ഞതല്ലേ, വേഗം ഒരു കപ്പ് ചായ തയ്യാറാക്കിക്കൊണ്ട് വരാൻ ഒരു ഓർഡറാണ്. ശോശാമ്മ കൈ വിറയ്ക്കുന്ന കൈ കൊണ്ട് ചായ കൊണ്ട് കൊടുക്കും. ഇന്നവറാച്ചന് ശോശാമ്മയോട് അങ്ങനെ പറയാനൊക്കത്തില്ല. ഇന്ന് പറയും, ശോശാമേ ഒരു കപ്പ് ചായ കൊണ്ട് തരാമോ? എന്താണെന്നറിയാവോ? തരാൻ പറഞ്ഞാൽ ശോശാമ്മ ചോദിക്കും, അതിനാ നിങ്ങൾ തിളപ്പിച്ച ചായ തിളക്കത്തില്ലേ? ആശയം മനസ്സിലായോ? ഒറ്റ ഉദാഹരണം മതി. ശരിയാണോ? സത്യമാണോ? പ്രൈസ് ദി ലോർഡ് അല്ലേ? മെന്റാലിറ്റി കണ്ടോ? സ്വാതന്ത്ര്യത്തിന്റെ വശം. എവിടെ ചെന്നാലും നോക്കിക്കേ, സഭകളിൽ ദൈവദാസന്മാർക്ക് ആർജവത്തോടെ പറയാൻ ബുദ്ധിമുട്ടില്ലേ പല കാര്യങ്ങളും? ഉണ്ടോ? ഉണ്ടോ? എന്താ പറഞ്ഞാൽ ഒരുപക്ഷെ പിറ്റേ ആഴ്ച വേറെ ആളിനെ കയറ്റി വെക്കും. വചനം പറയുന്ന നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി അക്കൗണ്ടബിളാ. സ്വാതന്ത്ര്യം ഒന്നാമത്തെ കാര്യം. അമിതമായ സ്വാതന്ത്ര്യം. അവന്റെ തന്ത്രം കണ്ടോ? നേരിട്ടല്ല, പരോക്ഷമായി നമ്മളെ തകർക്കാൻ നോക്കുക. സ്വാതന്ത്ര്യം. 2, ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ ഓർക്കരുത്. പ്രൈസ് ദി ലോർഡ്. സയന്റിഫിക്കൽ അഡ്വാൻറ്റേജ്. ഇത്രയും ശാസ്ത്രം വർദ്ധിതമായ ഒരു കാലമുണ്ടോ? ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെല്ലാം നല്ലതാ. നാളെ വൈകുന്നേരം ഞാൻ ചില കാര്യം പറയാം, നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം അത്. ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ സത്താൻ അതൊരു തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതുണ്ടോ? എന്താ? പുതിയ തലമുറയ്ക്ക് ദൈവം വേണ്ട, എല്ലാം അവരുടെ സൂത്രത്തിനകത്തുണ്ട്. ശരിയാണോ? ശാസ്ത്രത്തിന്റെ നേട്ടമാ. എവരിതിങ് ഈസ് വിത്ത് ഹിം. അതുകൊണ്ടായോ ആത്മീയ ഭാഷ നോക്കിക്കേ. 5-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ. വാക്യം കണ്ടോ? വെറുതെ അല്ല, ഷർട്ടും പാറ്റും സാരി ഉടുത്തും മാത്രമല്ല, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ, എബണ്ടൻസ് ഓഫ് യുവർ ഗ്രേസ്, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന്, നിന്റെ ആലയത്തിലേക്ക് ചെന്ന് എന്താ? നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. സത്യമാണോ? ഇന്നത്തെ ലോകത്തിലോ കൃപയുടെ ബഹുത്വം വേണ്ട, ആലയത്തിലേക്കും പോകണ്ട, ഒന്നും ചെയ്യണ്ട. മനോഹരമായ സോഫയിൽ ഇരുന്ന് ഫുഡ് റെസ്റ്റ് ഉയർത്തി കാല് നീട്ടിവെച്ച് വലത്തെ കൈ ചായയും ഇടത്തെ കൈ ബിസ്ക്കറ്റും വെച്ച് 48 ഇഞ്ച് നീളമുള്ള സ്ക്രീനിലേക്ക് നോക്കി ആരാധിക്കുമോ? സംഗതി വന്നത് കണ്ടോ? ഏത് സ്ക്രീനാ? എല്ലാവിധ കോനാമ്പീച്ചും നഗ്നതയും പരസ്യവും അതും ഇതുമെല്ലാം കാണിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കി സോഫായെ ചാരി ഇരുന്ന് ചായയെ മുത്തി കുടിച്ച് കൃപയുടെ ബഹുലതയും വേണ്ട, ഒന്നും വേണ്ട, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും തിന്ന് ആരാധിക്കുന്ന കാലം വന്നോ? സാത്താൻ ചിരിക്കുക, അടിച്ചതേറ്റു. 1, അമിത സ്വാതന്ത്ര്യം. 2, സയന്റിഫിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് പറ്റിയാനറിയാവോ? സ്പിരിച്വൽ ഡ്രെയിനേജ്. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ആത്മീയം ഒഴുകിപ്പോകുന്നു. സയൻസ് എടുക്കല്ല, ആവശ്യമാ, പക്ഷെ ആത്മീയം ഒഴുകിപ്പോകുന്നു. എല്ലാത്തിനും സയൻസ് ഉണ്ട്, ദൈവം വേണ്ട. പ്രൈസ് ദി ലോർഡ്. 3, മനോഹരമായ ഒരു ലോകം. മോന്റെ 3ാമത്തെ തന്ത്രമാ. സോ ബ്യൂട്ടിഫുൾ വേൾഡ്. എവിടെ ചെന്നാലും വിരിച്ചൊരുക്കി. ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. എല്ലാവിധമായ ലോകത്തിന്റെ മനോഹാരിതയും ഏതു മനുഷ്യനെയും ആകർഷിക്കുന്ന മനോഹാരിത. 4ാമത്തെ ഒന്ന് കേൾക്കണം. ലോകത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏറ്റവും മനോഹരമായ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ആ ലോകത്തിന്റെ മനോഹാരിത ഞാൻ അങ്ങോട്ട് വിശദീകരിക്കണ്ട. 4ാമത്തെ കാര്യം, പുറമേ എല്ലാം നല്ലതാ. എന്താണെന്നറിയാവോ? നോക്കിക്കേ, ഗ്ലോബലിസം, വൺ വേൾഡ് സിസ്റ്റം വളരെ നല്ലതാ. അത് നല്ലതാ, പുറമേ നോക്കിയാൽ നല്ലതാ.
പക്ഷെ സാത്താൻ പ്രവർത്തിച്ച ഒരൊറ്റ കാര്യം പറയാം, ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് എന്തിനാണെന്നറിയാവോ? അതും ഇത് പ്രീ ട്രിബുലേഷൻ പീരീഡിൽ നടക്കുന്ന കാര്യം പോസ്റ്റ് ട്രിബുലേഷൻ പീരീഡിലേക്ക് ആ റീസൺ കാണിക്കുക. അറ്റ്മോസ്ഫിയർ, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വെളിപ്പാട് 13:7 കാണാം. സകല ഗോത്രത്തിന്മേലും സകല ജാതിമേലും സകല ഭാഷമേലും അവൻ അധികാരം. വൺ വേൾഡ് ഗവൺമെന്റ്, വൺ വേൾഡ് റിലിജൻ, വൺ വേൾഡ് എക്കണോമി. ഇതാണ് അവന്റെ ഭരണം. വൺ വേൾഡ് റിലിജൻ, വൺ വേൾഡ് എക്കണോമി. നോക്കിക്കേ, വൺ വേൾഡ് ഭരണം, റൂളിംഗ്. അതാണ് ഏകലോക ഗവൺമെന്റ്. അതിലേക്ക് ഇന്ന് ഗ്ലോബലൈസേഷൻ വന്നു. പുറമേ നല്ലതാ, നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. യാത്ര, പഠിത്തം, വിവാഹം, ട്രീറ്റ്മെന്റ്, വിനോദയാത്ര, ഇതെല്ലാം ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ്. ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ്. 1957 എൻ്റെ പെങ്ങളെ കാനഡയ്ക്ക് വന്ന് 1 മാസം കപ്പലിലിരുന്ന, ഒറ്റ മാസം കപ്പലിലിരുന്ന് വന്നു കാനഡയിൽ മോൺട്രിയലിൽ ചെന്നത്. ആ പെങ്ങളുടെ 8ാമത്തെ ആംഗ്ലയായ ഞാൻ അത് കഴിഞ്ഞ് 89 16 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് അമേരിക്ക വന്നു. സംഗതി നല്ലതാണ്. പക്ഷെ സാത്താന്റെ പെയിന്റിംഗ് ഒന്ന് കേട്ടോണം. നാം അറിയാതെ അവൻ ഗ്ലോബലൈസേഷന്റെ പേരിൽ നമ്മളെ ചതിക്കുഴിയിൽ കൊണ്ട് പെടുത്തുന്നുണ്ട്. ഞാനൊരു വിമർശനമല്ല, നിങ്ങളോട് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തിരുവല്ലയിൽ അറിയപ്പെടുന്നൊരു മർത്തോമ ഫാമിലിയിൽ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു. അറിയപ്പെടുന്നൊരു ഫാമിലിയാണ്. ആ ഗൃഹനാഥൻ ഒരു ഉയർന്ന പ്രൈവറ്റ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ നിങ്ങളുടെ ഭാഷ പ്രിൻസിപ്പൽ, ഞങ്ങളുടെ മലയാളി ഭാഷ അഡ്മിനിസ്ട്രേറ്റർ, ഗൃഹനായിക. അവരുടെ പ്രത്യേക വിഷയത്തിന് വേണ്ടി എന്നെ വിളിച്ചത്, എന്നോടുള്ള പ്രത്യേക ബന്ധത്തിൽ വിളിച്ചതാ. ഞാൻ ചെന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്യിച്ചു. ഫാമിലി ഇഷ്യൂ വളരെ ഗൗരവമുള്ളതാണ്. ചെയ്യിച്ചു. അവർ തന്നെ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, പാസ്റ്റർ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മർത്തോമാക്കാരുടെ വീടാ, കയറി പ്രാർത്ഥിക്കാൻ നമുക്ക് സിസ്റ്റമില്ല. അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു പാട്ട് പാടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് എന്ന് പറയുന്ന ടീച്ചർ എന്നോട് പറഞ്ഞു, പാസ്റ്ററുടെ അഡ്വൈസ് വളരെ വാല്യൂബിൾ, ഞങ്ങൾ പ്രാക്ടിക്കലാക്കുന്നു. പാസ്റ്ററുടെ പ്രാർത്ഥന അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ല. പക്ഷെ പാസ്റ്ററുടെ പാട്ടുണ്ടല്ലോ, അതൊരു ശകലം ഞാൻ ചിന്തിച്ചു. കാരണം എന്നാണെന്നറിയാവോ? അത് റോക്ക് ആൻഡ് റോൾ ട്യൂണാ. അറിയാമോ സംഗതി? പാട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കറിയാം. നല്ല അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ടാ. അർത്ഥസമ്പുഷ്ടം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ ആ പാട്ട് പറയുന്നില്ല. വേണേ എന്നോട് വന്ന് ചോദ്യരെ ആ പാട്ട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഈ റോക്ക് ആൻഡ് റോൾ. ശ്രദ്ധിച്ചോ, സാത്താൻ്റെ ടെക്നോളജി കണ്ടോ? 2ാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അമേരിക്കയിൽ സാമ്പത്തിക തകർച്ച വർദ്ധിച്ചു. ധാരാളം ചെറുപ്പക്കാർ യുദ്ധമുന്നണിയിൽ പോയി മരിച്ചു. വിധവമാരുടെ എണ്ണം കൂടി. ഇവിടെ എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടായി. അന്നാണ് ചരിത്രം പറയുന്നത്, ഇവിടുത്തെ കുക്കിങ്ങിന് വേണ്ടി ഇന്ത്യയിൽ നിറക്കിയ കോക്കനട്ട് ഓയിൽ അവർ നിർത്തിയതിന് കാരണം എക്കണോമിക്കൽ ക്രൈസിസ് കൊണ്ട്. അതുവരെ ഇവിടെ കോക്കനട്ട് ഓയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അത് ബാൻ ചെയ്ത് ഇവിടുത്തെ എണ്ണയാക്കി. ഇവിടെ എക്കണോമിക്കൽ ക്രൈസിസ്, നിരാശര് വർദ്ധിച്ചു. പള്ളിയിൽ പോലും ആളുകൾ പോകുന്നില്ല. നിരാശ, വിധവമാരുടെ എണ്ണം കൂടി. ഉടനെ ഒരു കൂട്ടം ബുദ്ധിജീവികൾ പറഞ്ഞു, ഇവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ നമുക്കൊരു പരിപാടി ചെയ്യാം. അതിൻ്റെ പേരാണ് റോക്ക് ആൻഡ് റോൾ പാട്ട്. രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ അർത്ഥനഗ്നമായി പുരുഷനും സ്ത്രീയും കൈകോർത്ത് പിടിച്ച് തുള്ളി ഡാൻസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാ റോക്ക് ആൻഡ് റോൾ. ആറ്റുകുളി ദൈവത്തെ ആരാധിച്ചാൽ നമ്മൾ ആരാധിക്കുന്ന നിരപരാധികളാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ കയ്യും തൊട്ടും അന്യഭാഷ പറയും, ചാടിയും തുള്ളും. അവൻ അപ്പുറത്ത് നിന്നു പറയും, ഇതിനിട്ട് കൊടുത്തത് ഏറ്റു. സാത്താൻ്റെ തന്ത്രം മനസ്സിലായോ? ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോബലൈസേഷൻ്റെ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറയാം, നമ്മുടെ സമയം പോകും. ഗ്ലോബലൈസേഷൻ. 5ാമത് എന്താ? കഴിക്കുന്ന ഫുഡ് നല്ലത്, എവരിതിങ് ഈസ് ഗുഡ്. ജഡേച്ഛ വർദ്ധിക്കുന്നു. 5ാമത്തെ അവൻ്റെ തന്ത്രം. 6ാമത്തെ തന്ത്രം പഴയ കാലം പോലല്ല, ധനം കയറി വരുന്നു. എക്കണോമി. ധനം ആർക്കാ ഇല്ലാത്തത്? വീട്ടിൽ വിളിച്ച് ലോൺ തരികയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ടെക്നോളജിയാ. ഈ ലോകത്തിന്റെ അധിപനായ മാമോനെ വിളിച്ചു തരും. എത്ര പേരാ വിളിക്കുന്നത്? ലോൺ വേണോ സാറേ? എന്താ കൂട്ടിടാൻ പോവുക? 6ാമത്തെ അവന്റെ തന്ത്രം. 7ാമത്തെ തന്ത്രം കെമിക്കൽ വേൾഡ്, കെമിക്കൽ സിസ്റ്റം, കെമിക്കൽ ഫുഡ്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു രോഗം.
40 കഴിഞ്ഞാൽ 3 രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറയണം, എനിക്കൊരു ഫോട്ടോ എടുക്കാൻ. 40 ക്രോസ് ചെയ്താൽ മിനിമം 3 രോഗം, പിന്നെ മുന്നോട്ട് കയറുന്നവരും എണ്ണം കൂടിക്കൂടി വരും. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ? 40 അങ്ങോട്ട് കഴിഞ്ഞാൽ എന്താ? മിനിമം 3, പിന്നെ പ്രായം അനുസരിച്ച് 4, 5, 6, 7. പാപം ചെയ്തിട്ടല്ല. പ്രധാന റീസൺ കെമിക്കൽ വേൾഡ്, കെമിക്കൽ സിസ്റ്റം, കെമിക്കൽ ഫുഡ്, കെമിക്കൽ അറ്റ്മോസ്ഫിയർ. അതിനകത്ത് ജീവിക്കാനല്ല കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഞാൻ പറയട്ടെ, സിസ്റ്റം മാറിയത് കണ്ടോ? ഇന്ന് മുട്ട കഴിച്ചവരുണ്ട്, പാല് കുടിച്ചവരുണ്ട്, അല്ലേ? മുട്ട കഴിച്ചവരുണ്ട്, പാല് കുടിച്ചവരോട് ഇരിപ്പുണ്ട്, നല്ല ചിക്കൻ കഴിച്ചവരുണ്ട്, കൂശനില് നല്ല ബീൻസ് അല്ലേ കറി വെച്ചവരുണ്ട്, ഒന്നാം തരം പാവയ്ക്ക മെഴുക്ക് വരട്ടത് എനിക്ക് ഉച്ചയ്ക്ക് ഈ പച്ചായൻ്റെ വീട്ടിൽ നിന്ന് തന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ചതെല്ലാം പോയി. ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ച കോഴിയുടെ മുട്ട തിന്നവരല്ല നിങ്ങളോ ഞാനോ. അന്നത്തെ പശുവിൻ്റെ പാല് കുടിച്ചവരുമല്ല. അതെല്ലാം എന്നേ പോയി. അന്നത്തെ ബീൻസും അന്നത്തെ പാവയ്ക്കായും അന്നത്തെ തേങ്ങായും എല്ലാം പണ്ടേ പോയി. ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റാ. അപ്പൊ പിന്നെ രോഗം വന്നില്ലെങ്കിൽ അതിശയമാ. 7 കാരണങ്ങളാൽ നമ്മുടെ ബിരുദ് തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ പണം കൊണ്ടൊക്കത്തില്ല, ബുദ്ധി കൊണ്ടൊക്കത്തില്ല, കഴിവ് കൊണ്ടൊക്കത്തില്ല. ഇതിനെ പ്രതിരോധിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നാം എല്ലാം രക്ഷിക്കപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല. ഏത് സാഹചര്യത്തിൽ നിന്നും കൃപയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അത് കർത്താവ് തന്നെ പറഞ്ഞു, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചു. പക്ഷെങ്കിൽ അതുകൊണ്ടായില്ല, അതിൻ്റെ നിറവ് നമുക്ക് വേണം. ആ നിറവില്ലാതെ ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കത്തില്ല. ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നോക്കിക്കാ, പറഞ്ഞ വാക്യം ശ്രദ്ധിക്കണം. ഒടുവിൽ ഈ യോഗം ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ ദാസനോ ലീഡ് ചെയ്ത ദൈവദാസനോ ആശീർവാദം പറഞ്ഞില്ലല്ലോ. അത് ഒടുവിലല്ലേ. ഇതുപോലെ ഈ ഒടുവിലെന്ന് പറയണമെങ്കിൽ അതിന് വെറുതെ ഒന്നും അഭിഷേകത്തിൻ്റെ ശക്തി കിട്ടത്തില്ല. കാരണം ഇത് ഡയറക്റ്റ് പവർ ഫ്രം ഹെവൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ നിറവ് വരണമെങ്കിൽ ആ നിറവെന്താ? സ്വർഗത്തിൽ നിന്നും കിട്ടുന്നതാ. അതിന് പ്രായമല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിതമല്ല, വിദ്യാഭ്യാസമല്ല, ഇതൊന്നുമല്ല. സ്വർഗത്തിൽ നിന്നും നേരിട്ടിയ പ്രമേയ ശക്തി, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനു മുമ്പ് 8 കാര്യം ചെയ്യണം. എന്നിട്ടാ ഒടുവിൽ 1 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 17-ാം വാക്യമാ. ഒന്ന് വായിച്ചേ. 4:17 എഫേസ്യർ 4:17. 4:17 ആ വായിച്ചേ. എഫേസ്യർ ലേഖനം ആകയാൽ 4:19 അല്ലല്ലല്ല, ഞാൻ എടുക്കാമേ. എഫേസ്യ ലേഖനം വായിച്ചാട്ടെ. 4-ാം അധ്യായം 25-ാം വാക്യം. 25-ാം വാക്യം. ആമീൻ. നോക്കിക്കേ, ഒന്നാമത്തെ 4:17 വായിച്ചേ. 4:17. യെസ്, ജാതികൾ 8 കാര്യം പറഞ്ഞിട്ടാ പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ. ആദ്യമേ കേട്ടുകൊള്ളുക, ജാതികൾ ജാതികൾക്കൊരു വ്യർത്ഥ ബുദ്ധിയുണ്ട്. അതിനെ അനുസരിച്ച് നമ്മൾ നടക്കരുത്. അങ്ങനെ നടന്നാൽ നമ്മൾ ദുരാഗ്രഹമുണ്ടാകും. 1, 2, 4:25 വായിച്ചേ. 4:25 നോക്കിക്കേ. സെക്കൻഡ് ആകയാൽ, therefore, ഒന്നാമത്തെ therefore, ജാതികളുടെ വ്യർത്ഥബുദ്ധി പകർത്തരുത്. 2, ജാതികളെ പോലെ നമ്മൾ ബോഷ്ക്ക് പറയരുത്.
കൂട്ടുകാരനോട് ബോഷ്ക് പറയരുത്. ബോഷ്ക് ഉപയോഗിച്ച് അടുത്ത വാക്യം വായിച്ചേ. കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. 2, 3 നോക്കിക്കോണം. അടുത്തത് കേട്ടോണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 5:15 ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3 കാര്യം പറഞ്ഞിട്ട് കുടുംബത്തിലേക്ക് വരിക. 5:22 എല്ലാ ഭാര്യമാരും കേട്ടോണം. ഭർത്താക്കന്മാരെ കീഴടങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പണക്കമുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആര് സൗകര്യമാർ പണങ്ങരുത്, നിങ്ങൾ ചെയ്യുമെന്നല്ല, വചനമാ. ഭാര്യമാരെ ഞാൻ ലാമിനേറ്റ് ചെയ്യുക. നിങ്ങളെയൊക്കെ ഭർത്താവിന് ശമ്പളം കൂടുതൽ കാണും, പക്ഷേ കീഴടങ്ങണം. ഇച്ചിരി ബുദ്ധിമുട്ടാ. ഒരു രാജ്യം, ഞാൻ രാജ്യത്തെ പറയത്തില്ല, എത്ര നല്ല മോഡലാന്ന് നോക്കിക്കോണം. ഒരു രാജ്യത്തെ, ഏത് രാജ്യമായിക്കോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഒരു ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഒരു ലേഡിയാ. 1000-ൽ പരം സ്റ്റുഡൻസ് ഉണ്ട്. പ്രിൻസിപ്പൾ ഒരു ലേഡിയാ. ആ സ്കൂളിൽ കുഞ്ഞുങ്ങളെ ഏറ്റിയിറക്കാൻ 60 ബസ്സുണ്ട്. മഞ്ഞ പെയിൻ്റ് അടിച്ച. അതിലൊരു ബസ്സിൻ്റെ ഡ്രൈവറെ ഇവരുടെ ഭർത്താവ്. ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യ പ്രിൻസിപ്പളിനെ മാറ്റി പഞ്ചപുച്ഛ മടക്കി നിൽക്കും. കാരണം രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആദ്യമേ പറഞ്ഞ ആകയാൽ ജാതികളുടെ പോലെ ആകരുത്. രണ്ടാമത് പറഞ്ഞു കൂട്ടുകാരനോട് ബോഷ്ക് പറയരുത്. മൂന്നാമത് പറഞ്ഞു സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഏതാ? ആരാധിക്കാൻ കിട്ടുന്ന സമയം, വചനം പഠിക്കാൻ കിട്ടുന്ന സമയം, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം. നോക്കിക്കേ, കർത്താവിന് വേണ്ടി കൊടുക്കാൻ കിട്ടുന്ന സമയം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന സമയം. ആരോഗ്യം എപ്പോഴും നഷ്ടപ്പെടാം ഇല്ലേ? 1 സെക്കൻഡ് മതി. എൻ്റെ 10,000 കോടി ന്യൂറോണിൽ ഒരെണ്ണം പോയ എൻ്റെ പ്രസംഗം തീർന്നു. 10,000 കോടി ന്യൂറോണിൽ ഒരെണ്ണം പടി മുടക്കിയ സംഗതി തീർന്നു. അപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. 5 ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണം. അവരുടെ ശമ്പളമല്ല സ്നേഹിക്കേണ്ടത്, അവരുടെ സൗന്ദര്യമല്ല, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഞാൻ വിവാഹ പ്രസംഗം നടത്തുകയല്ല, ഒടുവിൽ പറയുക. 6-ാമത്തെ കാര്യം ഇന്നത്തെ തലമുറയോട് പറയുന്നതാ. 6-1 മക്കളെ, മാതാപിതാക്കളെ അനുസരിപ്പീൻ എന്നതുണ്ടോ? നമ്മുടെ ഇവിടെ കാണും. പൊതുലോകത്തിലേക്ക് നോക്കിക്കേ, ഉണ്ടോ? അനുസരണം മാറിയില്ലേ? 7 എംപ്ലോയീസിനോട് പറയുക. 6:7 നിങ്ങളുടെ എംപ്ലോയറെ ക്രിസ്തുവിനെ പോലെ കാണണം. 8 എംപ്ലോയറോട് പറയുക ഒരു കാര്യം, നിങ്ങളുടെ ജോലിക്കാരോട് നിങ്ങൾക്കൊരു യജമാനുണ്ടെന്ന് അറിയണം. ഈ 8 കാര്യങ്ങൾ ക്രമീകരിച്ചാൽ കർത്താവിൽ ശക്തിപ്പെടാം. മനസ്സിലായോ? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമായി 7 കാര്യങ്ങൾക്കാണ്. നമ്മുടെ സമയം 9. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ഷോട്ട് ചെയ്യുക. 7 കാര്യങ്ങൾക്കാണ് പരിശുദ്ധാത്മാവ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായ 2-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. 7 കാര്യങ്ങളിൽ 2-ാമത്തത് ആദ്യം. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ മാത്രമല്ല, 7 കാര്യങ്ങളാ. നമുക്ക് നാളെ സമയമുണ്ട്, രാവിലെ ചിന്തിക്കാതെ, കാരണം ഇനി നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. 2-ാമത്തെ കാര്യം, ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കൾ. എന്തിന് ദൈവാത്മാവ് നടത്തപ്പെടണം? നമുക്ക് ബുദ്ധിയില്ലേ? നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലേ? പ്രവർത്തിക്കാൻ കഴിവില്ലേ? പാടാൻ താലന്തില്ലേ? പ്രസംഗിക്കാൻ കഴിവില്ലേ? ജോലി ചെയ്യുവാൻ എഫിഷ്യൻസി ഇല്ലേ? പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ് നടത്തേണ്ടത്? ഉണ്ട് ദൈവമക്കളെ. എത്ര അഭിഷേകമുണ്ടെങ്കിലും ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ അവൻ അതിനകത്ത് വെള്ളം ചേർക്കും. തേജസ്സിൽ നിന്ന ആദത്തിനോട് ഹവ്വായോട് പറഞ്ഞത്, നിങ്ങൾ തേജസ്സിലാണെങ്കിലും വൃക്ഷഫലം തിന്നരുതേ. യു കനോട്ട് എന്നല്ല, യു ഡു നോട്ട്. ശ്രദ്ധിച്ചോ? അപ്പോൾ നമ്മൾ എത്ര ആത്മാവിൽ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റേ പുള്ളി നമ്മളെ താഴെ അടിക്കും.
ഞാൻ അഭിഷിക്തനാ എന്ന് പറഞ്ഞ് പച്ചപ്പാസമായിട്ട് നടന്നാൽ അവൻ തന്ത്രശാലിയാ. അവൻ നമ്മളെ വീഴിക്കാൻ ശ്രമിക്കും. നമ്മുടെ അകത്തുണ്ടൊരു പരിപാടി. അതുകൊണ്ടാണ് പർദീസ വരെ പോയ പൗലോസ്ലീഹ പറഞ്ഞു, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ചെയ്തു വരുമ്പോൾ തിന്മ വരുന്നു, എൻ്റെ ദേഹത്തിൽ ചില പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരാ നമ്മൾ. അതിൻ്റെ പൂർണ്ണതയില്ലെങ്കിൽ മറ്റേ പുള്ളി പുറകിൽ കൂടെ നമ്മളെ താഴെ വീഴിക്കും. പരിശുദ്ധാത്മാ പൂർണ്ണനായ ഒരു വ്യക്തിയെ കാണിക്കാം, വീണുപോയ ഒരു വ്യക്തിയെ. നമുക്കെല്ലാം സുപരിചിതൻ. കിങ് ദാവീദ് 6 പ്രത്യേകതയുണ്ട്. 1, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ശരിയാണോ? 2, അഭിഷിക്തൻ. 6-7 പ്രത്യേകത. 3, ഇസ്രായേലിന്റെ മധുര ഗായകൻ. 4, എ നോബിൾ കിങ്, ശ്രേഷ്ഠനായ രാജാവ്. 5, ഗോലിയാത്തിനെ ഒറ്റക്കല്ലെ തീർത്തിട്ട് ഇസ്രായേലിന്റെ നിന്ന മാറ്റിയവൻ. 6, എനിക്കും നിങ്ങൾക്കും വീട്ടിലും ദുഃഖത്തിലും ഭാരത്തിലും സഭായോഗത്തിലും പാടി ആശ്വസിക്കാൻ ലിഖിതങ്ങൾ സങ്കീർത്തനങ്ങളായി തന്ന സങ്കീർത്തന ചക്രവർത്തി. പ്രത്യേകത കണ്ടു? അടുത്തതാണ് ഏറ്റവും പ്രത്യേകത. എൻ്റെയും നിങ്ങളുടെയും മാനവജാതിയുടെ പാപത്തിനു വേണ്ടി മനുഷ്യനായി തീരുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഗോത്രം ദാവീദിന്റെ ഗോത്രം. ഈ 7 പ്രത്യേകതയുള്ള ദാവീദ്, അഭിഷേകമുള്ളവൻ, 3 പാപം ചെയ്തു. ചെറിയ പാപമൊന്നുമല്ല. രാഷ്ട്രീയ പാപം, ധാർമ്മിക പാപം, ആത്മീയ പാപം. രാഷ്ട്രീയ പാപം 2 Samuel 24 എടുക്കണ്ട. ഇസ്രായേൽ ജനത്തിന്റെ സെൻസസ് എടുക്കാൻ സിസ്റ്റമില്ല. എല്ലാവരും കാലുപിടിച്ച് പറഞ്ഞു, തിരുമേനി ചെയ്യരുതേ. ഇല്ല, പുള്ളിയെ ഏതോ ഒരു ശക്തി കീഴ്പ്പെടുത്തി ചെയ്യിച്ചില്ലേ. 2, ധാർമ്മിക പാപം, ചെറിയ പാപമല്ല. ഗൂഢാലോചന, കൊലപാതകം, വ്യഭിചാരം, 3 കൂടെ ഒന്നിച്ച് ചെയ്തു പുള്ളി. 3ാമത്തെ പാപം ആത്മീയ പാപം. തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച് വ്രതശുദ്ധിയോടെ തോളിൽ വെക്കേണ്ട ദൈവത്തിന്റെ പെട്ടകം കാളവണ്ടിയിൽ വാഴക്കൊല കയറ്റുന്ന ലാഘവത്തിൽ ഇറക്കി മേള നടത്തി. എങ്ങനെ ഈ 3 പാപം വന്നു? അഭിഷിക്തനല്ലേ? അപ്പം നമ്മളെ അവൻ വിടുവോ? ഇതെങ്ങനെയായി പാപം വന്നത്? നോക്കിക്കേ, നമ്മുടെ ഭാഷയിൽ, ഇന്നത്തെ ഭാഷ പറയാം, എൻ്റെ തോമസ് മാമന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന മറ്റൊന്നിനുണ്ട്. ഞാൻ അഭിഷിക്തനാ, നിങ്ങളും അഭിഷിക്തരാ. ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ കാണാം, നമുക്ക് ബുദ്ധിയുണ്ട്, വകതിരിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു പവറില്ലേ? ഉദാഹരണം, ബ്ലഡ് ഷുഗർ 380, A1C 9, രാവിലെ ഇഞ്ചക്ഷൻ 30, ഉച്ചയ്ക്ക് 20, വൈകിട്ട് 10. അതിൻ്റെ കൂടെ മെട്രോമിൻ 500ന്റെ 3 ഗുളിക. ഇതെല്ലാം അടിക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. A1C 9. സംഗതി വളരെ ഗൗരവമാണ്. ഭാര്യ ഉണ്ടോ പറയാ, ചായ തുടരുതെന്ന് പറയും. പക്ഷേ കല്യാണത്തിന് പോയിരുന്നു, മലയാളിയുടെ ഭാഷയിൽ പായസം, അമേരിക്കക്കാരൻ്റെ ഭാഷയിൽ ഐസ്ക്രീം എടുത്തടിക്കും. ഇതെങ്ങനെ പറ്റി? ശരിയാണോ അമ്മാമേ? ശരിയാണോ ദൈവദാസനെ? എങ്ങനെ പറ്റി? നമുക്കെല്ലാം പറ്റുന്നൊരു പ്രശ്നമുണ്ട് ഇല്ലേ? ഇതാരായി പണി ഒപ്പിക്കുന്നത്? സാർ നോക്കിക്കോണം, ടെക്നോളജി കണ്ടോണം. നിങ്ങൾ അറിവുള്ളവരാണല്ലോ. ഞാൻ സയൻസിലേക്ക് വന്നിട്ട് വചനത്തിലേക്ക് വരാനാ. ഇതെങ്ങനെ പറ്റി? ഇത്രയും ഗൗരവമുള്ള A1C 9 അല്ലേ? 6 ആണ് നോർമൽ. ഇന്ത്യയിൽ 7 എന്നൊക്കെ പറയും. എന്നെ ആട്ടെ 9-10 വന്നാൽ ഡോക്ടർ പറയും ഇവന് പെട്ടിയുടെ നീളം കൂട്ടിക്കോളാൻ, പെട്ടിയുടെ മെഷർമെന്റ് എടുത്തോളാൻ പറയും. 400 ഷുഗർ. എന്നാലും ഈ പായസം കണ്ടപ്പം, ഈ ഐസ്ക്രീം കണ്ടപ്പം, ഇതാരാ കുത്തിത്തിരിപ്പി ഉണ്ടാക്കിയത്? അത് നമ്മുടെ പുള്ളി തന്നെ, നമ്മുടെ തലയിൽ തന്നെയുണ്ട്. ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് എന്നെയൊക്കെ ക്വാളിഫൈഡാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല എങ്കിലും പറയാം, എൻ്റെ നിങ്ങളുടെ ഹൈപ്പോതലാമസിൽ നിയന്ത്രിക്കുന്ന ഒരു പുള്ളിയുണ്ട്, പ്രോപിയോ മെലനോ കോർട്ടിൻ എന്ന് പറയുന്ന ന്യൂറോൺ.
അറിയാമല്ലോ നിങ്ങൾക്ക്. പ്രോപ്പിയോ മെലനോകോട്ടിൻ എന്ന് പറയുന്ന ന്യൂറോൺ നമ്മുടെ ഹൈപ്പോതലാമസിൽ ഇരുന്നുകൊണ്ട് പറയും ഇന്നത്തെ കടിച്ചോളാൻ. ഈ പുള്ളിയെ നിയന്ത്രിക്കാൻ മെഡിക്കൽ സയൻസിനൊക്കത്തില്ല, ബുദ്ധിക്കൊക്കത്തില്ല. ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടെങ്കിൽ ഇവനെ പിടിച്ചൊതുക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ആദ്യമേ 8 ക്രമീകരണം. 2, എൻ്റെ POMCയെ പ്രോപ്പിയോ മെലനോകോട്ടിനെ ഒതുക്കണമെങ്കിൽ അതിനെ വെല്ലുന്ന ശക്തി എന്നിൽ വേണം. അതാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ. തീർന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ ചിന്തിക്കാം. ഈ ശക്തിയിൽ നമുക്ക് നിൽക്കാം. സാത്താൻ വേറെ ഒരു ശക്തിയും ഭയമില്ല. ഒരുത്തരുടെ ആറ്റം ബോംബോ മിസൈലൊന്നും അവനൊന്നുമില്ല. അവൻ അതിൻ്റെ മേളിൽ പറക്കുന്നവനാ. അവൻ ഒരൊറ്റ പേടി അഭിഷേകത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ദൈവമക്കളെയാ. അഭിഷേകമല്ല ദൈവമക്കളെ, അത് നമുക്ക് രക്ഷിക്കപ്പെടാൻ തന്നു. അതിൻ്റെ നിറവിൽ നിൽക്കണം. ഫുൾഫിൽമെന്റ് ആയില്ല. നല്ല ശക്തി. പ്രൈസ് ദി ലോർഡ്. കാറിന്റെ ടയറിനകത്ത് 10 പൗണ്ട് കാറ്റ് കൊണ്ട് ഓടാൻ ഒക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കുന്ന ഗ്യാസ്? അതുപോലെ ആത്മാവിന്റെ ഫുൾ ടാങ്ക് ഉണ്ടോ ഇവന് അകന്നു മാറും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം ആത്മാവിന്റെ ഫുൾ ടാങ്ക് അടിക്കാം, ദൈവകൃപയിൽ നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.